നെയ്തെടുത്ത സ്വപ്നങ്ങൾ സഫലമാക്കാൻ അസീം വെളിമണ്ണ പാരീസിലേക്ക് പറക്കും. മെയ് 2 മുതൽ 5 വരെ പാരീസിൽ നടക്കുന്ന പാരാ സ്വിമ്മിംഗ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാണ് യാത്ര. തടസ്സങ്ങൾക്ക് മുന്നിൽ തളർന്നിരിക്കാനല്ല, അത് മറികടന്ന് ലക്ഷ്യം നേടാനാണ് തന്റെ ശ്രമമെന്ന് അസീം പറയുന്നു. AK അഭിലാഷിന്റെ റിപ്പോർട്ട്. അടുത്ത മാസം ആദ്യം പാരീസിൽ നടക്കുന്ന പാരാ സ്വിമ്മിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും അടുത്ത അസീം വെളിമണ്ണയുണ്ട്. നിരവധി പ്രതിസന്ധികളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക്. പക്ഷേ അദ്ദേഹം 26-ാം തീയതി പാരീസിലേക്ക് പറക്കുകയാണ്. ഇതാ അസീം വെള്ളിമണ്ണ എൻ്റെ കൂടെയുണ്ട്. എന്തായാലും പോവാന് പരമാവധി സമയം നടത്തും. ഇൻഷാ അല്ലാഹ് പോയിട്ട് മകന് മറിച്ച് വരുന്നുള്ള വലിയൊരു സ്വപ്നത്തിലാണ് ഞാൻ പോകുന്നത്. എന്തൊക്കെ പരിശീലന പദ്ധതികളാണ് ഇപ്പോൾ ഇതിനു മുമ്പായിട്ടുള്ളത്? ഫിറ്റ്നസ് ഒന്ന് നോക്കുന്നുണ്ട്. അത് ഡോക്ടർ അഷ്കർ സാറാണ് ഫിറ്റ്നസിൻ്റെ കാര്യം നോക്കുന്നത്. ജിമ്മിൽ എത്ര സമയം വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ? ജിമ്മിൽ 2 മണിക്കൂർ 3 മണിക്കൂർ. ഏതൊക്കെ രീതിയിലുള്ള വർക്കൗട്ടാണ്? അത് സാറ് പറയും ഇന്നത് ചെയ്യണം, അപ്പം അത് ഞാൻ ചെയ്യും. നീന്തൽ ഏതൊക്കെ സമയത്താണ്? നീന്തൽ വൈകിട്ടാണ്. വൈകിട്ടും രാവിലെയും ചെയ്യാറുണ്ട്. ഫിറ്റ്നസ്സിന് പോയി വന്നിട്ട് കയറില്ലാന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്യും. തോന്നി വൈകിട്ടും ചെയ്യും. എത്ര സമയം നീന്തും ഒരു ദിവസം? ഒരു ദിവസം രാവിലെ 2 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ. അസീമിൻ്റെ പിതാവ് സയ്യിദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സയ്യിദ് പറയും ബാക്കി കാര്യങ്ങൾ. വലിയൊരു സ്വപ്നം നിറവേറ്റപ്പെടുകയാണ്. അതെ തീർച്ചയായും വലിയൊരു, കാരണം അവൻ്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഒരു ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കണം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുത്ത് റാങ്കിങ്ങിൽ വന്നാലാണ് അടുത്ത കൊല്ലം വരുന്ന ഏഷ്യൻ ഗെയിംസ്, 2028 ഒളിമ്പിക്സ്, അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക്സ്, ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആസിമിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇൻ്റർനാഷണൽ മത്സരമാണ്. അപ്പോൾ ഈ മത്സരത്തിൽ പോയാലാണ് ആസിമിൻ്റെ മുന്നോട്ടുള്ള സ്ഥിതിഗതികളൊക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയുള്ളൂ. ആസിമെ, ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞാണ് പോകുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണലിൽ പോകുന്നത്. അതിൻ്റേതായ വലിയൊരു സന്തോഷം എനിക്കുണ്ട്. ഒരു ഇന്ത്യനെ പ്രതിനിധീകരിച്ച്, നമ്മുടെ മാതൃരാജ്യത്തെ പ്രതിനിധീകരിച്ച് ഒരു മത്സരത്തിന് വേണ്ടി പോകാൻ തുടങ്ങി. അതിനകത്ത് വലിയൊരു അഭിമാനം നമുക്ക് വേറെ ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും പോകും. അവിടെ എത്തിയിട്ട് മെഡൽ മേടിക്കുന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത്. തനിക്ക് അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ തനിക്കുള്ള പ്രതിസന്ധികളെയൊന്നും ഞാൻ വകവയ്ക്കുന്നില്ല. ജീവിത വിജയം നേടുക എന്ന് തന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്ന് തന്നെയാണ് അസീം വെള്ളിമണ്ണ നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ സന്ദേശം കൂടി എന്ന് വേണം പറയാൻ. എന്തായാലും വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടറാക്കിയ അഭിലാഷ്. ഇനി റിപ്പോർട്ടർ കോഴിക്കോട്.